സർ, അമേരിക്കൻ സർവകലാശാലകൾ എന്തുകൊണ്ട് ഇങ്ങനെ ജിഹാദികളുടെ ഒരു കേന്ദ്രമായി മാറുന്നു? ഇപ്പൊ തന്നെ നമ്മൾ രഞ്ജിനി ശ്രീനിവാസ് ഇവരെയൊക്കെ പുറത്താക്കുകയാണ് അമേരിക്ക. എന്തായിരിക്കും ഇതിന്റെ കാരണം? ഇത് കഴിഞ്ഞ കൊല്ലം മറ്റേ ഹമാസിന്റെ ആക്രമണം ഇസ്രയേലിൽ നടന്ന ശേഷം ഈ ഗാസയെ പിന്തുണച്ചും ഹമാസിനെ പിന്തുണച്ചും ഒക്കെ അമേരിക്കൻ സർവകലാശാലകളിൽ ധാരാളം പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടന്നു. ഇത് സാധാരണ നമ്മുടെ കലാലയങ്ങളിൽ നടക്കുന്ന ഓരോ ദിവസവും ആളുകൾ ജാഥയായിട്ട് നടക്കുന്ന പ്രതിഷേധങ്ങൾ പോലെ അല്ലായിരുന്നു. ഈ സർവകലാശാലയ്ക്ക് ഒരുപാട് ഏക്കർ കണക്കിന് ക്യാമ്പസ് ഉണ്ട്. ഇവിടത്തെ പോലെ 5 ഏക്കർ 10 ഏക്കർ അങ്ങനെയല്ല. അപ്പൊ ഇതിൻ്റെ അകത്തൊക്കെ വലിയ താവളമൊക്കെ അടിക്കുക, ക്യാമ്പൊക്കെ ഉണ്ടാക്കി ഇതിൻ്റെ ഒക്കെ പുറത്തു നിന്നൊക്കെ ആളുകൾ വന്നുകൂടി അവിടെ താമസിച്ച് ഇതൊക്കെ ആസൂത്രണം ചെയ്യുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. താൽക്കാലിക ക്യാമ്പുകളൊക്കെ എല്ലായിടത്തും സ്ഥാപിച്ചിരുന്നു. ആ സമയത്ത് കഴിഞ്ഞ കൊല്ലം ഏപ്രിൽ 30 കൊളംബിയ സർവകലാശാലയിലായിരുന്നല്ലോ രഞ്ജനി. അപ്പോൾ കൊളംബിയ സർവകലാശാലയിൽ പോലീസ് റെയ്ഡ് നടന്നു ഏപ്രിൽ 30. ഈ ക്യാമ്പിന്റെ സംഗതികളൊക്കെ വലിച്ചു പറിച്ച് കൊണ്ടുപോവുകയൊക്കെ ചെയ്തിരുന്നു. ആ സമയത്ത് ട്രംപ് പറഞ്ഞിരുന്നു ആ കൊളംബിയ സർവകലാശാലയിൽ നടന്ന പോലീസ് റെയ്ഡിനെ പറ്റി എ ബ്യൂട്ടിഫുൾ തിങ് ടു വാച്ച് എന്ന് ട്രംപ് അന്ന് പറഞ്ഞിരുന്നു. അത് ഒരു സുന്ദര ദൃശ്യമായിരുന്നു. പോലീസ് ആ ക്യാമ്പസിൽ കയറി ഈ ജിഹാദികൾക്കെതിരെ ക്യാമ്പൊക്കെ പൊളിച്ചു കൊണ്ടുപോയത് എന്നന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ഈ സ്വകാര്യ സർവകലാശാലകളാണ് അമേരിക്കയിൽ ഈ കൊളംബിയ ഉൾപ്പെടെയുള്ള സർവകലാശാലകളൊക്കെ. അത് ഏതെങ്കിലും ഒരു പണക്കാരൻ അയാളുടെ വിൽപത്രത്തിൽ കുറേ ഫണ്ട് നീക്കി വയ്ക്കുകയും ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് യൂണിവേഴ്സിറ്റികളിലൊക്കെ നിലവിലൊക്കെ വരുന്നത്. അമേരിക്കൻ സ്വകാര്യ സർവകലാശാലകൾക്ക് ഏറ്റവും കൂടുതൽ പണം കൊടുക്കുന്ന അറബ് രാജ്യം ഖത്തർ ആണ്. അപ്പോൾ ഖത്തർ അല്ലാത്ത രാജ്യങ്ങളും ഉണ്ട്. കുവൈറ്റ്, സൗദി അറേബ്യ ഒക്കെ ഉണ്ട്. അപ്പോൾ മുതലാളി പറയുന്നത് പോലെ വേണം മറ്റേ അക്കാദമീഷ്യന്മാരും ഒക്കെ കേൾക്കാൻ, സർവകലാശാല നടത്തിപ്പുകാരും ഒക്കെ കേൾക്കാൻ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം ഉള്ളപ്പോൾ തന്നെ കൊളംബിയ സർവകലാശാലയ്ക്ക് ഖത്തറിന്റെ സഹായം ഇല്ല, അതും കൂടി പറയണമല്ലോ. അപ്പൊ ഖത്തറിന്റെ ഫണ്ട് കിട്ടിയിട്ടുള്ള സർവകലാശാലകൾ കുറെ കാര്യങ്ങളൊക്കെ രഹസ്യമാണ്, എന്നാലും പുറത്ത് അറിയാവുന്ന കാര്യങ്ങൾ. കൊർണൽ യൂണിവേഴ്സിറ്റി വലിയ യൂണിവേഴ്സിറ്റികളാണ്, ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റി, ടെക്സാസ് A&M യൂണിവേഴ്സിറ്റി, കാർണഗി മെലൺ യൂണിവേഴ്സിറ്റി ഒക്കെ വളരെ വലിയ യൂണിവേഴ്സിറ്റികളാണ്. നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി, വിർജീനിയ കോമൺവെൽത്ത് യൂണിവേഴ്സിറ്റി, ഇതൊക്കെ ഖത്തറിന്റെ ഫണ്ടിങ്ങും ഉണ്ട്, നിലനിന്ന് പോകുന്ന യൂണിവേഴ്സിറ്റികളാണ്. 2001 മുതൽ 2021 വരെ 20 കൊല്ലം കഴിഞ്ഞ ഒരു ദശകമായിട്ടാണ് വളരെ ഈ അറബ് രാജ്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഈ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ. പക്ഷേ 2001 മുതൽ 2021 വരെയുള്ള കണക്ക് എടുത്തു കഴിഞ്ഞാൽ $13 ബില്യൺ ഈ അറബ് രാജ്യങ്ങൾ പുറത്തു നിന്നൊക്കെയുള്ള ഫണ്ട് വന്നിട്ടുണ്ട് അമേരിക്കയുടെ പുറത്തു നിന്ന്. ഖത്തർ ഇതില് 4.7 ബില്യൺ ഖത്തറാണ് മുടക്കിയിരിക്കുന്നത്. 4.7 ബില്യൺ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ രൂപയിൽ 40,711 കോടി രൂപ വരും. 40,000-50,000 കോടി രൂപയൊക്കെയാണ് ഈ അമേരിക്കയിലെ വിദ്യാഭ്യാസ രംഗത്ത് ഖത്തർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ 3-4 കൊല്ലത്തെ കണക്ക് വേറെ, ഇത് 2021 വരെയുള്ളതാണ് പറഞ്ഞത്. ഇത് ഖത്തർ ഒരു രാജ്യം എന്നുള്ളതിലേക്ക് നേരിട്ട് കൊടുക്കുകയല്ല, അവർക്ക് അവരുടേതായ സ്ഥാപനങ്ങളുണ്ടല്ലോ. അപ്പൊ ഖത്തർ ഫൗണ്ടേഷൻ, അങ്ങനൊരു ഫൗണ്ടേഷൻ, ഖത്തർ നാഷണൽ റിസർച്ച് ഫണ്ട്, ഇങ്ങനെ 2 പോഷക സംഘടനകൾ ഖത്തർ ഉണ്ടാക്കിയിരിക്കുന്നു. ആ സംഘടനകളാണ് ഈ യൂണിവേഴ്സിറ്റികൾക്ക് ഫണ്ട് കൊടുക്കുന്നത്. ഖത്തർ പിന്നെ മറ്റേ ഷെയ്ഖ് ഭരിക്കുന്ന സ്ഥലമല്ലേ, അവര് വിചാരിക്കുന്ന പോലെയാണല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ ഖത്തർ ഫൗണ്ടേഷൻ, ഖത്തർ നാഷണൽ റിസർച്ച് ഫണ്ട്, ഇങ്ങനെ 2
സംവിധാനം ഉണ്ടാക്കി ആ സംവിധാനം വഴിയാണ് ഈ ഫണ്ട് അയച്ചു കൊടുക്കുന്നത്. കോർണൽ യൂണിവേഴ്സിറ്റിയിൽ 2001 മുതൽ 2023 വരെ കോർണൽ യൂണിവേഴ്സിറ്റിക്ക് മാത്രം ഖത്തർ കൊടുത്തിരിക്കുന്നത് $1.95 ബില്യൺ ആണ്. അതായത് 16,890 കോടി രൂപ. ഈ 45,000 കോടി മൊത്തം കൊടുത്തു എന്ന് നമ്മൾ പറഞ്ഞല്ലോ ഈ കാലത്ത്. അതിൻ്റെ ഏതാണ്ട് ഒരു പകുതി ഈ കോർണൽ യൂണിവേഴ്സിറ്റിക്കാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ. ഒരു സംശയം ചോദിച്ചോട്ടെ, അതായത് ഈ യൂണിവേഴ്സിറ്റികളിലേക്ക് ഇവർ ഫണ്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന്റെ ഒരു മതപഠന റിസർച്ച് എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടാവില്ലേ അവിടെ? അപ്പോൾ അതുണ്ട്. മിഡിൽ ഈസ്റ്റ് സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് ഒക്കെ തുടങ്ങണം. ആ ഡിപ്പാർട്ട്മെന്റിൽ പ്രൊഫസറായിട്ട് ഒരു പലസ്തീൻകാരനെ വെക്കണം. അങ്ങനെയൊക്കെ ഉണ്ട്. ആ ഭാഗത്തേക്ക് വരാം. ഈ കോർണൽ യൂണിവേഴ്സിറ്റി തന്നെ ഈ ദോഹയിലെ, ഖത്തറിന്റെ ക്യാപിറ്റൽ ആണല്ലോ ദോഹ, ദോഹയില് വലിയൊരു ആശുപത്രിയും മെഡിക്കൽ കോളേജും കാര്യങ്ങളും ഒക്കെ ഈ കോർണൽ യൂണിവേഴ്സിറ്റി നടത്തുന്നുണ്ട് ഖത്തറിലും. അതിന്റെ പേര് സിദ്ര ആശുപത്രി എന്നാണ്. ഈ സിദ്ര ആശുപത്രി $7.9 ബില്യൺ മുടക്കിയിട്ടുണ്ട് ഖത്തർ ആ ആശുപത്രിക്ക് വേണ്ടി. കോർണൽ യൂണിവേഴ്സിറ്റി ഇവിടെ ആശുപത്രി നടത്താൻ വേണ്ടി ഖത്തറിൽ. അമേരിക്കയിലും ഉണ്ട്, ഖത്തറിൻ്റെ അകത്തും ഉണ്ട്. അപ്പോൾ 55 ബില്യൺ കഴിഞ്ഞൊരു ദശകത്തിൽ പുറത്തു നിന്ന് അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലേക്ക് വന്നതായിട്ടാണ് കണക്കാക്കുന്നത് ആകെ. അതിൻ്റെ അകത്ത് 4/1 ഖത്തർ, സൗദി അറേബ്യ, UAE, കുവൈറ്റ് എന്നിവിടങ്ങളിൽ നിന്നാണെന്ന് ഡാറ്റ അവൈലബിൾ ആണ്. ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റി, ഇനി അതിൻ്റെ കഥ. ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റി പ്രധാനമായിട്ടും സൗദി അറേബ്യ, അത് യെയിൽ യൂണിവേഴ്സിറ്റിയിലും അങ്ങനെയാണ്, സൗദി അറേബ്യയുടെ കയ്യിലാണ്. അപ്പോൾ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിൽ തന്നെ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ വരുന്നത്. അവിടെ ഒരു പഠന വിഭാഗമുണ്ട് യൂണിവേഴ്സിറ്റിയിൽ. ഇവിടെ മറ്റേ ഓരോ ചെയർ എന്നൊക്കെ പറയില്ലേ, ONV ചെയർ എന്നൊക്കെ പറഞ്ഞ് യൂണിവേഴ്സിറ്റിയിലൊക്കെ വരുന്നത് പോലെ അൽ വാഹിദ് സെന്റർ ഫോർ മുസ്ലിം ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട്. അൽ വാഹിദ് സെന്റർ ഫോർ മുസ്ലിം ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിങ്. അതിൻ്റെ അകത്ത് മുസ്ലിം ക്രിസ്ത്യൻ എന്ന് ചേർത്തിരിക്കുന്നത് ഒരു ബുദ്ധിയാണ്. മുസ്ലിം എന്ന് മാത്രമാണെങ്കിൽ എതിർപ്പുണ്ടാവുമല്ലോ. അപ്പോൾ ഈ മുസ്ലിം ക്രിസ്ത്യൻ ഡയലോഗ് നടത്താൻ വേണ്ടി, ലോകത്തിനെ നന്നാക്കാൻ വേണ്ടിയാണെന്ന് പേരിലിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി വിൽക്കാൻ പറ്റും. അതെ, വിൽക്കാൻ പറ്റും. അത് സൗദി രാജകുമാരൻ അൽ വാലിദ് ബിൻ തലാൽ $20 മില്യൺ ഈ വകുപ്പ് അവിടെ ഉണ്ടാക്കാനായിട്ട് കൊടുത്തു. $20 മില്യൺ. അതാണ് അദ്ദേഹത്തിന്റെ പേരിലാണല്ലോ അൽ വാലിദ് ബിൻ തലാൽ. അൽ വാലിദ് സെന്റർ ഫോർ ആ സൗദി രാജകുമാരന്റെ പേരിലാണ് ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിൽ ഈ വിഭാഗം വന്നിരിക്കുന്നത്. പിന്നെ പലസ്തീൻ സ്റ്റഡീസിൽ അവിടെ പലസ്തീൻ പ്രൊഫസർ ബഷാറ ദുമാനി ഉണ്ട്. പലസ്തീൻ കാര്യങ്ങൾ പറയാൻ പലസ്തീൻ ആളുകൾ, പലസ്തീൻ പ്രൊഫസർമാർ ഒക്കെ അതിൻ്റെ അകത്തുണ്ട്. ഇത് ഒക്കെ അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾ സ്വീകരിച്ചിരിക്കുമ്പോൾ തന്നെ പശ്ചാത്തലത്തിൽ ഒരു കാര്യമുണ്ട്. സെപ്റ്റംബർ 11 ആക്രമണം നടന്നല്ലോ അമേരിക്കയില്, വിമാനം കൊണ്ടിടിച്ച് ട്വിൻ ടവറില്. അന്ന് 19 വിമാന റാഞ്ചുകളാണല്ലോ, അതിന്റെ 19 റാഞ്ചുകളാണ് പങ്കെടുത്തത്. അതിൽ 15 പേരും സൗദി അറേബ്യയിൽ നിന്നുള്ളവരായിരുന്നു. എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ വലിയ തീവ്രവാദമൊക്കെ നടത്തിയിട്ടുള്ള രാജ്യങ്ങളുടെ തന്നെ ഫണ്ടാണ് അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾ ഉപയോഗിക്കുന്നത്. അതിനൊന്നും ഒരു കണ്ടീഷനും വെക്കാതെ നിരുപാധികമാണ് പണം വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വാഷിങ്ടൺ പോസ്റ്റിന്റെ ലേഖകൻ ജമാൽ ഖഷോഗിയെ മറ്റേ തുർക്കിയിൽ മറ്റേ അടുപ്പിലിട്ട് കൊന്നതായിട്ട് ഒരു കേസുണ്ട്. അത് സൗദി രാജകുമാരൻ സൽമാൻ രാജകുമാരനാണ് ചെയ്തതെന്ന് അമേരിക്ക അന്ന് ആരോപണം ഉയർത്തുന്നുണ്ടായിരുന്നു. പക്ഷെ സൗദി രാജകുമാരനും ട്രംപും ഒക്കെ ആയിട്ട് നല്ല ബന്ധമാണല്ലോ. പിന്നെ മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, MIT എന്ന് പറയുന്നത്,
നമുക്ക് ഇവിടുന്നൊക്കെയുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ടതാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, ഇതിനൊക്കെ സഹായമുണ്ട് അറബ് രാജ്യങ്ങളുടെ. കൊളംബിയക്ക് ഖത്തറിന്റെ ഫണ്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ പൊതുവെ ഈ മിഡിൽ ഈസ്റ്റ് സ്റ്റഡീസ് വിഭാഗങ്ങൾ ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഉണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ ഈ യൂണിവേഴ്സിറ്റികളിലുള്ള ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസസ്, ആ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നൊക്കെയുള്ള വിദ്യാർത്ഥികളും അധ്യാപകർ, പ്രൊഫസർമാരും ഒക്കെയാണ് ഈ ഹമാസിനെ പിന്തുണയ്ക്കാനും ഗാസയ്ക്ക് വേണ്ടി വാദിക്കാനും എന്നൊക്കെയാണ് ഡാറ്റയിൽ കാണുന്നത്. കാരണം കൂടുതൽ ഈ കലാപരമായ കാര്യങ്ങളിൽ ലിറ്ററേച്ചറൊക്കെ പഠിക്കുന്ന ആളുകളൊക്കെ ആണല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ വായിക്കുന്നത്. അപ്പോൾ കൊളംബിയ, ഹാർവാർഡ്, യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ലോസ് ആഞ്ചലസിലെ ഇവിടെയൊക്കെ ഈ അറബ് ഫണ്ടിങ് ഉണ്ട്. ഗാസയിൽ വെടിനിർത്തുക, പിന്നെ അമേരിക്കയുടെ സൈനിക സഹായം ഇസ്രയേലിനുള്ളത് നിർത്തുക, പിന്നെ സർവകലാശാലകൾ പല ആയുധ കമ്പനികളിൽ നിന്ന് ഫണ്ട് മേടിക്കുന്നുണ്ട്, അത് നിർത്തുക, ഇസ്രയേലിനെ സഹായിക്കുന്ന ആയുധ കമ്പനികളിൽ നിന്നുള്ള ഫണ്ട് നിർത്തുക, അത്തരം ബന്ധങ്ങൾ സർവകലാശാലകൾ നിർത്തുക. പിന്നെ അധ്യാപകരോടും ഈ പ്രക്ഷോഭത്തിലൊക്കെ പങ്കെടുത്ത അധ്യാപകരോടും വിദ്യാർത്ഥികളോടും ഒക്കെ ദയാപൂർവം പെരുമാറുക. ഇതൊക്കെയാണ് ഈ പ്രതിഷേധം നടത്തുന്ന വിദ്യാർത്ഥികൾ ഒക്കെ ഉയർത്തിയിരുന്ന ആവശ്യങ്ങൾ. സ്റ്റുഡൻസ് ഫോർ ജസ്റ്റിസ് ഇൻ പാലസ്തീൻ എന്ന് പറഞ്ഞൊരു സംഘടന ഈ സർവകലാശാലകളിലെ പ്രതിഷേധമൊക്കെ നടത്താനായിട്ട് രംഗത്തുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ ജൂയിഷ് വോയിസ് ഫോർ പീസ് എന്ന് പറഞ്ഞ സംഘടനയൊക്കെ രണ്ട് തരത്തിലും ഉണ്ടായിരുന്നു. ജൂത വിദ്യാർത്ഥികൾക്ക് ഭയം വരുമല്ലോ, അപ്പോൾ ജൂത വിദ്യാർത്ഥികളെ സഹായിക്കാനും പുറത്തു നിന്ന് ആളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് യൂണിവേഴ്സിറ്റികളൊക്കെ കലാപ കളങ്ങളൊക്കെ ആയിട്ട് മാറിയത്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മുടെ നാട്ടിൽ നിന്ന് കുട്ടികളെയൊക്കെ അങ്ങോട്ട് അയക്കുന്നവരും ശ്രദ്ധിക്കണം. ഏതൊക്കെ സർവകലാശാലകളിലാണ് ഈ ഖത്തർ എന്ന് പറയുന്ന രാജ്യം തന്നെയാണല്ലോ ഈ ഹമാസിനെ ഫണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു കൊല്ലം ഏതാണ്ട് 3000 കോടി രൂപയൊക്കെ കൊടുത്ത് നിലനിർത്തുന്നത് ഈ ഖത്തർ. അതുപോലെ ഇറാൻ കൊടുക്കുന്നുണ്ട്, ഇറാനും കൊടുക്കുന്നുണ്ട് സഹായമൊക്കെ. ഇവിടുന്ന് പഠിക്കാൻ പോണ കുട്ടികൾ നാളെ വരുമ്പോ തണ്ണിമത്തൻ ബാഗായിട്ടായിരിക്കും വരുന്നത്. ചിലപ്പോ അതൊക്കെ ആയിരിക്കും. അത് ഇഷ്ടം പോലെ കിട്ടാനുണ്ടല്ലോ പല സ്ഥലങ്ങളിലും ഒക്കെ. അപ്പൊ നമ്മൾ അയക്കുന്ന സർവകലാശാലകളുടെ കെട്ടുപാടുകൾ ഏത് അറബ് രാജ്യമാണ് സഹായിക്കുന്നത്, അല്ലാതെ നിൽക്കുന്ന സ്വതന്ത്രമായ യൂണിവേഴ്സിറ്റി ആണോ, അതൊക്കെ നോക്കിയിട്ട് കൂടി അയച്ചു കഴിഞ്ഞാൽ ഈ രഞ്ജനി രാമേന്ദ്രന്മാരെ രഞ്ജനി ശ്രീനിവാസന്മാരെ ഉൽപ്പാദിപ്പിക്കാൻ ഇടവരാതിരിക്കും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.